ശിവനും പാർവതിയും അനശ്വര പ്രണയകഥ. പണ്ട് പണ്ട് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം ആവാഹിച്ച് ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായി പാർവതി ദേവി ജനിച്ചു. ദേവന്മാർക്ക് ഒരുപാട് കാലമായി മനസ്സിലൊരു ആധിയുണ്ടായിരുന്നു. ഭീകരനായ താരകാസുരൻ എന്ന അസുരൻ തങ്ങളുടെ സമാധാനം കെടുത്തുന്നു. ശിവന്റെ പുത്രനു മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയൂ എന്നൊരു വരദാനം അസുരനുണ്ടായിരുന്നു. എന്നാൽ പരമശിവൻ അതിതീവ്രമായ തപസ്സിലായിരുന്നു. ലോകകാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ആത്മീയമായ ഉന്നതിയിൽ ലയിച്ചിരുന്നു. ശിവന്റെ തപസ് മുടക്കി അദ്ദേഹത്തിൽ ഒരു പ്രണയം ഉണർത്തുക എന്നത് ദേവന്മാർക്ക് വലിയൊരു വെല്ലുവിളിയായി തോന്നി. ഒടുവിൽ അവർ കാമദേവനോട് സഹായം അഭ്യർത്ഥിച്ചു. ലോകത്ത് പ്രണയം വിതറുന്ന കാമദേവൻ ഈ ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹം തന്റെ പുഷ്പബാണങ്ങളുമായി ശിവന്റെ അടുത്തെത്തി. ശിവൻ തപസ്സിലിരിക്കുമ്പോൾ കാമദേവൻ തന്റെ മന്മഥന്റെ അമ്പ് ശിവന്റെ ഹൃദയത്തിലേക്ക് എയ്തു. ആ നിമിഷം ശിവന്റെ തപസ് മുറിഞ്ഞു. അദ്ദേഹത്തിന് കോപം വന്നു. അദ്ദേഹം തന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണ് തുറന്നു. ആ കണ്ണിൽ നിന്നുണ്ടായ അഗ്നിജ്വാലയിൽ കാമദേവൻ നിമിഷനേരം കൊണ്ട് ഭസ്മമായി മാറി. ലോകത്ത് പ്രണയം ഇല്ലാതാവുമോ എന്ന് ദേവന്മാർ ഭയന്നു. ഇത് കണ്ട് പാർവതി ദേവിക്ക് വലിയ സങ്കടം തോന്നി. താൻ ശിവനെ പ്രണയിക്കുകയും അദ്ദേഹത്തെ തന്റെ ഭർത്താവായി നേടുകയും ചെയ്യണമെന്ന് അവൾ ഉറച്ചു തീരുമാനിച്ചു. എന്നാൽ കാമദേവൻ ഇല്ലാത്തതുകൊണ്ട് സൗന്ദര്യത്തിലൂടെ ശിവനെ ആകർഷിക്കാൻ കഴിയില്ലെന്ന് ദേവിക്ക് മനസ്സിലായി. അതുകൊണ്ട് തപസ്സിലൂടെ ശിവനെ പ്രീതിപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. പാർവതി ദേവി തന്റെ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കഠിനമായ തപസ്സാരംഭിച്ചു. വർഷങ്ങളോളം അവൾ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് കഠിനമായ കാലാവസ്ഥയെ അതിജീവിച്ച് ശിവനെ ധ്യാനിച്ചു. ചിലപ്പോൾ അവൾ തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിന്നും മറ്റു ചിലപ്പോൾ ചുട്ടുകൊള്ളുന്ന തീയുടെ നടുവിലിരുന്നു. അവളുടെ തപസ്സിന്റെ തീവ്രതയിൽ പ്രപഞ്ചം മുഴുവൻ വിറച്ചു. ദേവന്മാരും ഋഷിമാരും ദേവിയുടെ ഭക്തി കണ്ട് അത്ഭുതപ്പെട്ടു. പാർവതിയുടെ അചഞ്ചലമായ ഭക്തിയിൽ ഒടുവിൽ ശിവൻ സംപ്രീതനായി. ഒരു സാധാരണ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ അദ്ദേഹം പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പാർവതിയുടെ തപസ്സിന്റെ ഉദ്ദേശം അന്വേഷിച്ചു. ശിവന്റെ മഹത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ദേവിയെ പരീക്ഷിച്ചു. എന്നാൽ പാർവതി ശിവനോടുള്ള തന്റെ ഭക്തിയിൽ ഉറച്ചുനിന്നു. അവളുടെ സ്നേഹവും അർപ്പണബോധവും കണ്ട് ശിവൻ സന്തോഷവാനായി. തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിക്കൊണ്ട് ശിവൻ പാർവതിയോട് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത് ദേവി? പാർവതി ദേവി പറഞ്ഞു, അങ്ങ് എന്നെ ഭാര്യയായി സ്വീകരിക്കണം പ്രഭോ. ശിവൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ പരമശിവനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം കൈലാസത്തിൽ വെച്ച് നടന്നു. ആകാശഗംഗ തെളിഞ്ഞു. പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ലോകത്തിലെ സകല ജീവജാലങ്ങളും ആ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അത്യധികം മനോഹരവും ഭക്തിനിർഭരവുമായ ഒരു ചടങ്ങായിരുന്നു. ബ്രഹ്മാവും വിഷ്ണുവും അടക്കമുള്ള ദേവഗണങ്ങൾ ആ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. അവരുടെ വിവാഹശേഷം ശിവനും പാർവതിയും കൈലാസത്തിൽ സന്തുഷ്ടരായി ജീവിച്ചു. അവരുടെ സ്നേഹം പ്രപഞ്ചത്തിന് ഐശ്വര്യവും സമാധാനവും നൽകി. പിന്നീട് അവർക്ക് സുബ്രഹ്മണ്യൻ എന്ന പുത്രൻ ജനിക്കുകയും അദ്ദേഹം താരകാസുരനെ വധിച്ച് ദേവന്മാർക്ക് ശാന്തി നൽകുകയും ചെയ്തു. ശിവന്റെയും പാർവതിയുടെയും ഈ പ്രണയം ത്യാഗത്തിന്റെയും ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി എന്നെന്നും നിലകൊള്ളുന്നു. അവരുടെ കഥ ഓരോ ജീവിയിലും സ്നേഹത്തിന്റെ അനശ്വരതയെ ഓർമ്മിപ്പിക്കുന്നു.